അതെ അച്ഛാ, അച്ഛൻ അതൊക്കെ ഓർത്ത് കൃത്യമായി വിളിച്ച് പറഞ്ഞിരിക്കുമെന്ന് ഞാൻ ഇവരോട് പ്രത്യേകം പറഞ്ഞതാ. പക്ഷെ രണ്ടാക്കും നൂലുകെട്ടിന്റെ അന്ന് വരെ മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് ഒരേ വാശി. ഇവർക്ക് മോനെ കാണാനായിട്ടല്ല, ആർച്ചമോളെയും ഭദ്രമോളെയും കാണാനായിട്ടാ വിഷമം. എനിക്ക് പിന്നെ മോനെ. അമ്മയുടെയും മാമന്റെയും മനസ്സ് വായിച്ച പോലെയല്ലേ ആർച്ചമോളെയും ഭദ്രമോളെയും അവരോട് കൊണ്ടുപോയിക്കോളാൻ ചീര് പറഞ്ഞത്. ആർച്ചമോളെയും ഭദ്രമോളെയും കൊണ്ടുപോയിക്കോളാൻ നീ പറഞ്ഞ മോളെ? അതെ അച്ഛാ, കുറച്ചു ദിവസം അവരവിടെ നിൽക്കട്ടെ. ഇനി ഇതുപോലെ വരുമ്പോ തിരിച്ചു കൊണ്ടുവരാലോ. അവരെ ഞങ്ങൾ നോക്കിക്കോളാം മാഷെ. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മാഷും അമ്പിളിയും മാത്രമല്ലേ ഉള്ളൂ. ആർച്ചമോളെയും ഭദ്രമോളെയും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയാ അമ്പിളിക്ക് അത്രേ ആശ്വാസം കിട്ടും. ചീരു അങ്ങനെ തീരുമാനിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കും അത് സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞങ്ങൾക്കത് ചെറിയ സന്തോഷമൊന്നും അല്ല മാഷെ. മക്കളെവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയ സന്തോഷം പോലെ. ഇല്ലെങ്കിൽ അവിടെ എപ്പോഴും ഉറങ്ങിക്കിടക്കും. സത്യം പറഞ്ഞ 3 മക്കളും ചീരു അവിടെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലേ മേ? അതിപ്പോ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ വിനയ. മാഷിന്റെയും ചീരുവിന്റെ ഒക്കെ തീരുമാനം പോലെയല്ലേ നടക്കൂ. ആ, നമ്മളിപ്പോ വന്നത് മോന്റെ നൂലുകെട്ടിനെ കുറിച്ച് സംസാരിക്കാനല്ലേ. ആദ്യം അത് നടക്കട്ടെ. എന്തായാലും ചീരുവിനെയും മക്കളെയും അതിനു മുമ്പ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റാ. അക്കാര്യം നമുക്ക് നൂലുകെട്ട് കഴിഞ്ഞ ശേഷം തീരുമാനിക്കാം. പിന്നെ അച്ഛാ, മോന്റെ നൂലുകെട്ട് നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. ഈ ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാ നീ എങ്ങനെയാ വിനയ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ പഞ്ചരത്നത്തിലെ എല്ലാ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് സദ്യയും മധുരവും ഒക്കെ നൽകിയിട്ട് അങ്ങനെ ഒരു ഗംഭീര ചടങ്ങായിട്ട്. അതൊക്കെ വലിയ ചെലവുള്ള കാര്യം. അച്ഛന്റെ കയ്യിലിപ്പോ അതിനുള്ള കാശൊന്നുമില്ല. ഇതുപോലെ പലതിനും വേണ്ടി കരുതി വെച്ച കാശ അച്ഛൻ നിങ്ങൾക്ക് തന്നത്. ഇതെങ്ങനെ ചീരു പറഞ്ഞു എന്നുള്ള കാര്യത്തില് ആർക്കും സംശയമൊന്നും വേണ്ട കേട്ടോ. അച്ഛൻ എനിക്ക് കാശ് എന്ന കാര്യം ഞാൻ തന്നെയാ ചീരുവിനോട് പറഞ്ഞത്. അച്ഛന് എന്താവശ്യം വന്നാലും ഞാനത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാ വാങ്ങിയ ചീരു. മോന്റെ നൂലുകെട്ടിന് മുമ്പ് ഞാൻ ആ പണം തിരിച്ചു തന്നോളാം അച്ഛാ. അല്ല വിനയ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അച്ഛാ, അത് കുഴപ്പമില്ല അച്ഛാ. അച്ഛന്റെ ആകെ വരുമാനം ആ തുച്ഛമായ പെൻഷൻ അല്ലേ. അത് വെച്ച് അച്ഛൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയ അതൊരാശ്വാസം അല്ലേ അച്ഛാ? അതല്ല മോളെ, ഈ അത്രയും കാശ് വിനയൻ പെട്ടെന്ന് എങ്ങനെ റോൾ ചെയ്യും? അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് തന്നോളാം അച്ഛാ. എനിക്ക് എന്റെ മോന്റെ നൂലുകെട്ട് ചടങ്ങ് ഗംഭീരമായിട്ട് നടന്നാൽ മാത്രം മതി. വിനയ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. നിന്റെ കാശ് പ്രതീക്ഷിച്ചാവും മാഷ ഓരോ കാര്യങ്ങൾ ഒരുക്കുന്നത്. അവസാനം നീ കൈമലർത്തിയാലേ മാഷ അവസാന നിമിഷം കാശിന് ഓടേണ്ടി വരും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മാമ. വിനയൻ ഇപ്പൊ പഴയ വിനയനൊന്നുമല്ല. ഒരു കാര്യം പറഞ്ഞാൽ വിനയൻ അത് ചെയ്തിരിക്കും. എന്നെ ആ കാര്യത്തിൽ മാമന് വിശ്വാസമില്ലെങ്കിൽ അച്ഛന് വിശ്വാസമുണ്ട്. എന്താ വെച്ചാ അച്ഛൻ ബാക്കി കാര്യങ്ങൾ ധൈര്യമായിട്ട് നീക്കിക്കോ. 2 ലക്ഷം രൂപ 2 ദിവസത്തിനുള്ളിൽ അച്ഛന്റെ അക്കൗണ്ടിൽ വീണിരിക്കും. ആ, അല്ല, നീ ഇതെല്ലാം കൂടെ കൊടുത്തു വിടുന്നത് കണ്ട ഇവരിനി അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചതുപോലെ ഉണ്ടല്ലോ ചീരു. അങ്ങനെയൊന്നുമില്ല ചേച്ചി. കുറച്ചു ദിവസത്തേക്കാണെങ്കിലും പിള്ളേർക്ക് ആവശ്യമുള്ളതൊക്കെ വേണ്ടേ? അതിനവര് വേറെ കാശ് ചെലവാക്കണ്ടല്ലോ എന്ന് കരുതിയോ കൊടുത്തു വിടുന്നത്. ആ, മോന്റെ നൂലുകെട്ട് ചടങ്ങ് വരുമ്പോ മക്കളെ ഇങ്ങ് കൊണ്ടുവരായിരിക്കും അല്ലേ? അത് പിന്നെ കൊണ്ടുവരാതിരിക്കോ? ആ ഒരു ധൈര്യത്തില ഞാനിവരെ വിടുന്നത്. നൂലുകെട്ടിന് ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ, അല്ലേടാ?
ആ എവിടെ മോനെവിടെ? ആ മക്കളെയൊക്കെ ഒരുക്കിയ ചീരു. അതെ അമ്മ. അമ്മയ്ക്ക് ഇവരൊരു ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? ഞാൻ പറഞ്ഞു വെച്ച് അമ്മ ഇവരെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. എന്താ മോളെ നീ പറയുന്നേ? എന്റെ പേരക്കുട്ടികളല്ലേ ഇവര്. ഞാൻ ഇന്നിങ്ങോട്ട് വന്നതിന് എനിക്ക് കിട്ടിയ സമ്മാനായി ഈ കുഞ്ഞുങ്ങള്.